നമ്മൾ ഈ ടാക്സി ഡ്രൈവർമാരല്ലേ ഇപ്പോൾ സഹായിച്ചു. അപ്പോൾ അവരുടെ കൂടെ തന്നെ പൊക്കോളാൻ പറഞ്ഞു. വാരണാസിയിലെ വേറൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ അവന്മാർ നമ്മളെ കടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ നമ്മൾ പിടിക്കുക. അതുവരെ ഒന്ന് ഇവിടെ കിടക്കട്ടെ, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. വണ്ടികളുണ്ട്, ഒരു 3 എണ്ണം പോയി. പുറകെ ഈ വണ്ടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ മറ്റേ റിവേഴ്സ് എടുത്ത ഡ്രൈവർ. പുള്ളിയുടെ കൂടെ അങ്ങ് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്ത റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞ് സർച്ചുവിൽ എത്തിയപ്പോഴേക്കും സർച്ചു റോഡ് അടച്ചിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം സർച്ചുവിൽ നിന്നും ബാരാലാച്ചിലേക്കുള്ള റോഡ് ഇനി ഓപ്പൺ ആക്കില്ല എന്നുള്ളതാണ്. കാരണം ബാരാലാച്ചിലയിൽ നല്ല മഞ്ഞ് വീഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വണ്ടികളൊന്നും തന്നെ പോകില്ല. അങ്ങോട്ടുള്ള റോഡ് പൂർണ്ണമായും അടച്ചു എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. അത് വളരെ ദൂരമാണ്, ദിവസങ്ങളും ധാരാളം എടുക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസരത്തിലാണ് നമ്മൾ സഹായിച്ച ടാക്സി ഡ്രൈവർമാർ ഹെൽപ്പായിട്ട് എത്തിയത്. നമ്മളെ മണാലിയിൽ എത്തിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ അവരുടെ വണ്ടിയും നേരെ മണാലിയിലേക്കുള്ള റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചില ഊട് വഴികൾ പിടിച്ച് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ സ്ഥിരം ഈ റോഡ് യാത്ര ചെയ്യുന്നതാണ്, അതാണ് അവർക്കറിയാം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെറിയൊരു അരുവി ക്രോസിങ്ങിലാണ്. നമ്മുടെ കൂടെയുള്ള ടാക്സി വണ്ടികൾ ഇന്നോവയും സൈലോവും ഒക്കെയാണ്. അവർ ചെയ്യുന്നത് അവരുടെ വണ്ടിയിൽ നിന്ന് എല്ലാ ആളുകളെ ഇറക്കിയിട്ട് അവർ ഈ കയറ്റം ഓടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കയറ്റം കുറച്ച് ഡേഞ്ചറസ് ആണ്. ടാർ റോഡൊന്നുമല്ല, ചെരിഞ്ഞ മലയാണ്. ഈ മലയിൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഈ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്നൊരു മലയാണ്. അപ്പോൾ അതുവഴി വണ്ടിയുടെ പാട് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അതിൽ കൂടി വേണം വണ്ടി ഓടിച്ചു പോകാനായിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വണ്ടികൾ ആളുകളെ ഇറക്കിയ ശേഷം അവർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഓടിച്ച് കയറ്റുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. കാരണം നമ്മുടെ വണ്ടി അവരുടെ വണ്ടിയെ സംബന്ധിച്ച് കുറച്ചുകൂടി പവർഫുള്ളാണ്. നമുക്ക് ആ ഒരു ഇഷ്യൂസ് വരുന്നില്ല. വണ്ടി പയ്യെ തന്നെ പിടിച്ച് കയറിക്കോളും എന്നുള്ള വിശ്വാസം നമുക്കുള്ള കാരണം ആളിറങ്ങേണ്ട ആവശ്യമൊന്നും ഈ കയറ്റങ്ങളിലൊന്നും നമുക്ക് വരുന്നില്ല. നമ്മുടെ വണ്ടി നമുക്ക് പവർ ബോക്സ് ഉണ്ടായാലും ആൾക്കാരെയാ അവർ പോകുന്നത്. അതിനകത്ത് കുറേ ആളിപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഈ ലോഡും വെച്ചാണ് ഇവർ രാത്രി വലിക്കാൻ പോയത്. 2 വീലിട്ട് വലിച്ചിട്ട് ഒരു രക്ഷയില്ല. ആ വണ്ടി അവിടെ താഴാൻ തുടങ്ങി. അന്നേരം അവർ കിടന്ന് കാറാൻ തുടങ്ങി പാസഞ്ചേഴ്സ്. അവിടെ ടയറിടാൻ മേലാതായി പോയെന്ന്. നമ്മുടെ സൈഡ് എന്ത് ഇപ്പിക്കോത്ത അങ്ങോട്ട് കയറ്റി അതിൻ്റെ അടുത്തോട്ട്. ഓക്കെ, ഇതാ പയ്യെ പോവാ. ഇപ്പം നമ്മൾ കയറി ആ കയറ്റത്തിൻ്റെ തന്നെ വേറൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ആ കയറിപ്പോകുന്ന റോഡ് വ്യക്തമാണ്. കാരണം ഇത് ഡാഷ് ക്യാം വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ശരിക്കും ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ചരൽ മലയാണ് ശരിക്കും. ഇത് ചരൽ മുകളിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടി വണ്ടികൾക്ക് പോകാനായിട്ടുള്ളൊരു റോഡ്. അത് വണ്ടി പോയി തന്നെ ഒന്നിരിക്കുന്നതാണ് കൂടുതലായിട്ടും. അതുവഴിയാണ് നമ്മളിപ്പം ഓടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറകിൽ നടന്നു വരുന്ന ഇവർ മറ്റ് ടാക്സി വണ്ടികളിൽ നിന്ന് ഇറങ്ങിയവരാണ്. അവർ പുറകെ നടന്നു വരുന്നു. ഇങ്ങനെയുള്ള പല റോഡുകളും ഇവരുടെ പരിചയത്തിലുണ്ട്. കാരണം സ്ഥിരം ഈ റൂട്ടിൽ ഓടുന്ന ടാക്സി വണ്ടികളാണ്. പല പ്രശ്നങ്ങൾ കാരണം പല റോഡുകൾ അടച്ചിടുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കട്ട് റോഡുകളൊക്കെ എടുത്താണ് ഇവിടെയുള്ള ടാക്സിക്കാർ വണ്ടി ഓടിച്ച് കവർ ചെയ്ത് പോകുന്നത്. ഇവന്മാർ ഭയങ്കര ഷോർട്ട് കട്ടൊക്കെ അടിച്ചാണ് പോകുന്നത്. നമ്മൾ ആ കൂടെ പോവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് പെട്ടെന്നങ്ങ് ചെല്ലാം. അവരിതിൽ ഇവരുടെ പിടിക്കുവാണ്. അവന്മാർ നിലത്ത് നിൽക്കുന്നില്ല, പറക്കുക ചെയ്ത്. നമ്മളിവിടെ പറ്റുന്ന പോലെ പിടിക്കുന്നുണ്ട്. 2 വണ്ടി പുറകിലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ചാടാം. മെയിൻ റോഡിൽ ചെന്ന് ചാടാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ആ മെയിൻ റോഡിലേക്ക് നമ്മൾ ചെന്ന് കയറുകയാണ്. കട്ട് റോഡ് കയറി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. ഇതാണിപ്പോൾ നാഷണൽ ഹൈവേയിലെത്തി. ഇനി ഇവിടുന്ന് നേരെ ബാരാലാച്ചില റോഡാണ് വരുന്നത്. നമ്മൾ അതേ മെയിൻ റോഡ് വന്ന് ചാടി ഇതുവഴിയാണ് കയറി വന്നത്. ആ വഴി കയറി വന്ന് നമ്മളിതിലൂടെ മെയിൻ റോഡ്
ഓടി ചാടി. അപ്പോൾ ഇനി മുകളിലോട്ട് കയറുമ്പോൾ ഇവർ പറഞ്ഞത് മുകളിൽ സ്നോ ഉണ്ട്, അത് കാരണമാണ് 11 വരെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം സ്നോ കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ബാരാലാച്ചില പാസിൽ. ബാരാലാച്ചിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ മിലിറ്ററി ക്യാമ്പുകൾ ഈ മേഖലയിൽ കാണാൻ സാധിച്ചു. അതുപോലെ നമ്മളിപ്പോൾ ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ മുന്നിൽ വിശാലമായ മലനിരകളാണ് കാണുന്നത്, മഞ്ഞ് മലകളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിനകത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള നല്ല ഭംഗിയുള്ള റോഡുകളാണ്. ഈ റോഡുകൾ കയറി നമ്മൾ ഈ മഞ്ഞ് മലകൾ കയറി ഇറങ്ങി വേണം നമ്മൾ അടൽ ടണൽ മണാലി ആ റോഡിലേക്ക് എത്താനായിട്ട്. അപ്പം നമ്മുടെ ടാർഗറ്റാണ് ആ മുന്നിൽ കാണുന്ന മഞ്ഞ് മലനിരകൾ. നമുക്ക് വഴികാട്ടിയായിട്ട് പോകുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ ടാക്സി വണ്ടികളാണ്. അവർക്കാണ് ശരിക്കും റൂട്ട് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഗൂഗിൾ മാപ്പോ കാര്യങ്ങൾ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, ഇല്ലാതെ തന്നെ അവരുടെ കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും നമ്മളെ നോക്കുന്നുണ്ട്. ആ ഒരു നമ്മുടെ മുന്നിലും പോകുന്നുണ്ട്, നമ്മുടെ പുറകിലും ടാക്സി വണ്ടികളുണ്ട്. ഇപ്പം പുറകിലെ ടാക്സി വണ്ടികളിൽ നിന്നെടുത്തൊരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗൂർഖയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എസ്കോട്ടോടുകൂടിയാണ് നമ്മുടെ ഗൂർഖ ഇപ്പോൾ പോകുന്നത്. മുന്നിലും പുറകിലും വണ്ടികളുമായിട്ട് ഹിമാലയൻ മലനിരകളിൽ കൂടി നമ്മുടെ ഗൂർഖ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കിലോമീറ്ററുകൾ ചെല്ലും തോറും നമുക്ക് മഞ്ഞിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. അതുപോലെ തണുപ്പ് കൂടി വരുന്നു. അപ്പോൾ നമ്മുടെ റോഡിലാണെങ്കിൽ പോലും നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞ് റോഡിലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മലനിരകളിലെല്ലാം വെള്ള കളർ, നല്ല കടും തൂവെള്ള കളറിലേക്ക് മലനിരകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ എടുക്കുകയാണ്. കാരണം മെയിനായിട്ടുള്ളൊരു പാലം തകർന്ന കാരണം അതിൻ്റെ താഴെയുള്ള ചെറിയൊരു ബെയിലി പാലത്തെ കൂടെയാണ് നമ്മൾ പോകാനായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഓക്സിജൻ ലെവൽ വളരെ ആ ഒരു രീതിയിലാണ് ഇവിടെ സ്ലോഗൻസ് BRO കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ ലെവൽ മൈറ്റ് ബി ലോ ബട്ട് അവർ മോറൽ ഈസ് ഹൈ. അങ്ങനെ ഒരു സ്ലോഗനാണ് ഈ സൂചനാ ബോർഡിൽ BRO കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി ബാരാലാച്ചിലേക്ക് 14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മണാലിയിലേക്ക് 158 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ പുറകിലും അതാ വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ 2 ടാക്സി വണ്ടികൾ പുറകിലുണ്ട്, മുന്നിലും വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് ബാരാലാച്ചില പാസിലൂടെയാണ്. ബാരാലാച്ചില മൊത്തം ഇപ്പം മഞ്ഞ് മൂടി സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ ഓപ്പണാണ്, അത് കാരണം കുഴപ്പമില്ല, നമുക്ക് പോകാം. കൂടുതൽ ഈ ബാരാലാച്ചില പാസിലാണ് മഞ്ഞ് വീഴ്ചയാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്, കൂടുതൽ അടച്ചൊക്കെ ഇടുന്നത്. എന്തായാലും ഇതിപ്പോൾ ഓപ്പണാണ്. നമുക്ക് കാണാം മുകളിലുള്ള പാലത്തിന് എന്തോ പ്രശ്നം പറ്റിയതാണെന്നാണ് താഴേക്ക് നമ്മളെ കയറ്റി വിട്ടിരിക്കുന്നത്. ആ മെയിൻ പാലത്തിൻ്റെ തന്നെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു പാലമാണിത്. ഒരു വണ്ടി മാത്രമേ ഒരു സമയത്ത് ഇതിൽ കൂടി കയറാൻ അനുവാദമുള്ളൂ. അതുവഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും റോഡ് മുകളിൽ കൂടിയാണ്, താഴേക്കൂടെ ഒരു ഷോട്ട് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ സൈഡിൽ നമുക്ക് കുറച്ച് വണ്ടികളും കുറേ ചെറിയ ടെൻറ്റുകളും ഒക്കെ കാണാം. ഈ മഞ്ഞത്തിൻ ടെൻറ്റൊക്കെ അടിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ഇവിടുത്തെ താമസക്കാരല്ല, ശരിക്കും അത് BROയുടെ പണിക്കാരാണ്. അവർ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് ആളുകളിവിടെ താമസിക്കുന്നതാണ്. ഇനി ഏകദേശം 14 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ആ 14 കിലോമീറ്റർ ചെല്ലും തോറും കാലാവസ്ഥയും പരിസ്ഥിതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞുവീഴ്ച തുടങ്ങിയതല്ല, ശരിക്കും മഞ്ഞുവീഴ്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ മഞ്ഞുവീഴ്ചയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരയായിട്ട് നമ്മുടെ ടാക്സി വണ്ടികളും ഒട്ടിച്ച് നമ്മളും നേരെ മഞ്ഞുവീഴ്ചയ്ക്കകത്തുകൂടെ ബാരാലാച്ചില ലക്ഷ്യമാക്കി പോവുകയാണ്. അടുത്തൊരു സൂചനാ ബോർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ബാരാലാച്ചിലയിലേക്ക് 11 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മുടെ ഡാഷ് ക്യാം വ്യൂവിനകത്ത് നമുക്ക്
കാണാൻ സാധിക്കുന്ന വ്യൂ ഇതാണ്. മൊത്തം വെള്ള കളറാണ്. നമ്മൾ മുന്നേ പോകുന്ന ടാക്സി വണ്ടികളും വെള്ള കളറാണ്, ചുറ്റും വെള്ള കളറുമാണ്. ആ മുകളിലുള്ള പടുതായൊക്കെ മഞ്ഞ കളറിലുള്ള നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വെള്ളക്കകത്ത് മഞ്ഞയൊക്കെ വരുമ്പോഴേ ആ ഒരു ഭംഗി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം അടുത്ത ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും മഞ്ഞ് കൂടി റോഡൊക്കെ ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ടയർ പാടുകൾ ഇപ്പോൾ റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് മഞ്ഞ്, ചെറിയ ഇപ്പോൾ ഒരു 1.5 ഇഞ്ച് കനത്തിൽ മഞ്ഞ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5 ഇഞ്ച് കനത്തിൽ മഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കനം ആയപ്പോഴത്തേക്കിനും എല്ലാ ടാക്സി വണ്ടികളും ഇവിടെ നിർത്തി. ആദ്യം നമുക്ക് വ്യക്തമായില്ല എന്തിനാണ് നിർത്തിയെന്നുള്ളത്. പക്ഷെ അതിന് ശേഷമാണ് മനസ്സിലായത് ഇവരെല്ലാം നിർത്തിയത് ചങ്ങലയിടാൻ വേണ്ടിയാണ്. നമ്മുടെ കൂടെയുള്ള ടീമുകളൊക്കെ ഓഫ് ചെയ്തു, അതെ വണ്ടി നിർത്തി. മഞ്ഞ് കൂടുതൽ അവർ ചെയിൻ ഇടാൻ പോകണം തോന്നുന്നു. പണി മാറിയോ ഇവരിപ്പം ചെയിൻ ഇടുവാണ്. നമ്മുടെ സൈലോയിലും ഇന്നോവയിലും എല്ലാം ചെയിൻ ഇട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ ചെയിൻ നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഇടാൻ പറ്റുന്നത് 4 ഇട്ട് പോകാമെന്നുള്ളേ ഉള്ളൂ. 4 ഇട്ട് വഴി പിടിക്കുക, കുറേ പിടിക്കുക. അവന്മാർ ചെയിൻ പൊട്ടിച്ച വഴിയെ നമുക്ക് പോകാം. ഇനി വണ്ടിയിൽ ചെയിൻ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ആദ്യം അവർ ആ ഒരു ചങ്ങലയുണ്ടല്ലോ, വണ്ടിയിൽ ചുറ്റേണ്ട ചങ്ങല റോഡിലേക്ക് വിരിക്കുന്നു. അതിൻ്റെ നടുക്കൊരു കല്ല്, നല്ലൊരു കല്ലെടുത്ത് വെക്കും. അതിനുശേഷം ആ ടയർ ഉരുട്ടി കല്ലിൻ്റെ മുകളിലേക്ക് കയറ്റും. ചങ്ങല വെച്ച് ടയർ ചുറ്റും. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ സൂം ചെയ്യുമ്പം കാണാം. ആ ഒരു കല്ലുണ്ട്, ആ ചെറിയ കല്ലിൽ ആ വണ്ടി കയറ്റി നിർത്തിയിരിക്കുകയാണ് നടുക്ക് വെച്ച്. എന്നിട്ട് ആ ചങ്ങല വെച്ച് ആ ടയറിനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചുറ്റിയിരിക്കുന്ന ചങ്ങലയാണ് ഇനി മുന്നോട്ടുള്ള റോഡിൽ ഈ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളിലും ഡ്രൈവർമാരും കൂടെയുള്ള സഹായികളും എല്ലാവരും ചേർന്ന് ചങ്ങല ഇടുകയാണ്. അത് ചെറിയൊരു ടാസ്ക്കാണ്. ഈ മഞ്ഞത്ത് ചങ്ങല ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാണ്. ഈ ചങ്ങലയിട്ട് വേണം ടയർ ഈ മഞ്ഞിനെ മുറിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ മഞ്ഞിൽ ടയറിന് ഗ്രിപ്പില്ലാതെ പോകും. വണ്ടി സ്കിഡായി വണ്ടി മറിയാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. എല്ലാ വണ്ടികളും ചെയിനിടുവാണ്. നമ്മളിവിടെയുള്ള ടാക്സി വണ്ടികളൊക്കെ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇറങ്ങി മഞ്ഞ് വീഴ്ചയിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ 4 ഇട്ടു, ബാക്കി എല്ലാവരും ചെയിൻ ഇട്ടു. നമ്മളിവിടെ നിന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വണ്ടി എടുത്തു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടികളിലെല്ലാം ചെയിൻ ഇട്ടു. അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളോട് അവർ പറഞ്ഞത് അവർ മുന്നിലേക്ക് പൊക്കോളാം. അപ്പോൾ അവരുടെ ആ ടയറിൻ്റെ പാട് വെച്ച് നമ്മൾ പുറകെ വന്നാൽ മതി. ഓൾറെഡി നമ്മൾ 4 വീൽ ഡ്രൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കിഡാവുന്നുള്ള ഇഷ്യൂ വരുന്നില്ല. കാരണം ഇതിലും ഭീകരമായ മഞ്ഞൾക്കൂടി നമ്മൾ പിത്തി വാലിയിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഗൂർഖയിൽ ചെയിൻ ഇടാതെ തന്നെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുള്ള കാരണം മഞ്ഞ് ആദ്യമായിട്ട് ഓടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പേടി കാര്യങ്ങളൊന്നും നമുക്കില്ല. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ ബാരാലാച്ചിലൊക്കെ ഓരോ കിലോമീറ്റർ കയറിക്കൊണ്ടിരിക്കുമ്പോഴും റോഡിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ടയറുകളിലൊക്കെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ മഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി പയ്യെ റോഡ് മഞ്ഞ് കൊണ്ട് മൂടുന്ന അവസ്ഥ. ഇപ്പം ഈ കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുന്നിൽ ലോറികൾ ധാരാളം കിടപ്പുണ്ട്. ഈ ലോറികളെല്ലാം തന്നെ പെട്ടുപോയിരിക്കുന്ന ലോറികളാണ്. അവർക്ക് കയറ്റം കയറാൻ പറ്റാതെ ഇവിടെ പെട്ടുപോയി. ഇനിയിപ്പോൾ ഈ ലോറികളൊക്കെ എങ്ങനെ ഇവിടെ നിന്നും വെളിയിലേക്ക് എത്തിക്കുമെന്നൊരു പിടുത്തവുമില്ല. കാരണം പല ലോറികളും നിന്നുപോയി. കുറേ ലോറികൾ ഓണാക്കി തന്നെ ഇട്ടിരിക്കുകയാണ്. എല്ലാ ലോറികളും ഊടൊക്കെ വെച്ച് ഇട്ടിരിക്കുക. കാരണം ഇത് കയറത്തില്ല, ഇനി മുകളിലേക്ക് കയറത്തില്ല. ഇത് എങ്ങനെ ആവുമെന്നുള്ളത് അറിയാം. ചിലപ്പോൾ മിലിറ്ററിയൊക്കെ വന്ന് ഇവരെ വലിച്ച് കയറ്റി മുകളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇനിയും കിലോമീറ്ററുകൾ കിടക്കുകയാണ് ബാരാലാച്ചിലേക്ക് എത്താനായിട്ട്. ഇനിയും ഓരോ ദിവസം ചെല്ലുന്തോറും മഞ്ഞ് കൂടിക്കൊണ്ടുവരിക്കും. അപ്പോൾ ഇടയ്ക്കിടെ നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ നിർത്തി അവരോട് ചോദിക്കും എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മളും പോകുന്നത്. കാരണം നമുക്കൊരു ഹെൽപ്പ് തന്ന ടീമുകളാണ്. നമ്മളും തിരിച്ച് എല്ലാ സഹായവും നമ്മൾ കൊടുക്കണല്ലോ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കൂടുതൽ അവർ നിർത്തുന്നത് ഈ കെട്ടിയിരിക്കുന്ന ചെയിൻ ലൂസാവും.
അപ്പം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിർത്തുന്നത്. അല്ല വണ്ടിയുടെ കംപ്ലയിൻറ്റും കാര്യങ്ങളുമല്ല. ഇപ്പം നമുക്ക് ഓരോ വണ്ടികൾ കാണാം. ആ വണ്ടികളിലൊക്കെ ലോറികളൊക്കെ വന്ന വഴിയിൽ റോഡിൻ്റെ നടുക്കിലേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെയൊക്കെ മുന്നിൽ പടുതയൊക്കെ കെട്ടിയിരിക്കുന്ന കണ്ടില്ല. അതൊക്കെ കാരണം എഞ്ചിനകത്തേക്ക് കൂടുതൽ തണുപ്പ് അടിച്ചു കയറി കട്ടയാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവർ പടുതയൊക്കെ ഇട്ട് മൂടിയിരിക്കുന്നത്. ആദ്യം വിചാരിച്ച് കുറച്ച് ലോറികൾ മാത്രമേ കാണുമെന്നായിരുന്നു. പക്ഷേ മുകളിലേക്ക് ചെല്ലും തോറും ലോറികൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ലോറി ഡ്രൈവർമാർ നിൽക്കുന്നു. ഇവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത്രയും ലോറികളെ നമുക്കൊന്നും, പിന്നെ അവരൊക്കെ ഓൾറെഡി ഇതിനകത്ത് എക്സ്പെർട്ടുകളുമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ കണ്ട് ഈ ലോറിയൊക്കെ അത് റോഡിന് കുറുകെ വന്ന് കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുറുകെ വന്ന് പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇവർ ആവശ്യത്തിന് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാ ലോറി ഡ്രൈവർമാരും ഇവരെല്ലാം പരിചയമുള്ളവരൊക്കെ തന്നെയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവർ കണ്ടുപിടിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ലോറികൾ വലിച്ചു കയറ്റി മുകളിലെത്തിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വണ്ടികളൊക്കെ വളരെ കഷ്ടിച്ചാണ് ഈ ഗ്യാപ്പിൽ കൂടെ പോകുന്നത്. കാരണം രണ്ട് സൈഡിലും അവിടെ ഇവിടെയുമായിട്ടെല്ലാം ലോറികൾ തലങ്ങും ബലങ്ങും കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് കൂടെ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഒത്തിരി കാല് കൊടുക്കാനും പറ്റിയല്ല. ഒത്തിരി കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞിനകത്ത് ടയർ സ്കിഡായി വണ്ടി പാളാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. ഇവിടെ ലോറിയൊക്കെ കയറാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലാതെ ലോറികൾ പാളിപ്പോയിക്കൊണ്ടിരിക്കുക. കുറേ ലോറികൾ ഇങ്ങനെ താഴെ കിടക്കുന്നു. ഇത്രയും വെയിറ്റ് അല്ലേ, മഞ്ഞിനകത്ത് സ്കിഡായി പോവുക. നമ്മളിപ്പോൾ കണ്ട രണ്ട് ബൈക്കുകാരെ കണ്ടില്ല, അവരവിടെ ടെൻ്റ് അടിച്ച് താമസിച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വന്ന് പെട്ടതായിരിക്കാം. അവരവിടെ ടെൻ്റൊക്കെ അടിച്ച് രാവിലെ സമയം ഏകദേശം 9:30 ആവുന്നു, എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ലോറി മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പിന്നെയും നമ്മൾ കയറും തോറും ബാരാലാച്ചില പാസിലേക്ക് എത്തും തോറും മഞ്ഞിൻ്റെ കനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് വീഴ്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോറികളെല്ലാം പെട്ട് കിടക്കുന്നു. നമുക്ക് റോഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം മഞ്ഞിൻ്റെ കനം കൂടിയിട്ടുണ്ട്. അതുപോലെ ഇത് ഡാഷ് ക്യാം വീഡിയോ ആണ്. അതിനകത്ത് നമുക്കറിയാം ഗ്ലാസ്സിലേക്ക് അടിക്കുന്ന മഞ്ഞിൻ്റെ അളവ് കൂടി വരികയാണ്. ഇതാ ഈ രണ്ട് ലോറികൾ കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. കാരണം അവർക്ക് അങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ പെട്ടുപോയി. അതിനിടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാരാലാച്ചില പാസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാസ് സ്റ്റോപ്പിലെത്താനായിട്ട്. അപ്പോഴൊന്ന് കാണുന്ന ലോറികളുടെ അവസ്ഥയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ ലോറികളും മുന്നിൽ കമ്പിളി പുതപ്പൊക്കെ ഇട്ട് എൻജിൻ ഭാഗമൊക്കെ കവർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടികൾ ഓഫ് ചെയ്തിട്ടില്ല. വണ്ടികളെല്ലാം തന്നെ റണ്ണിങ്ങിലാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തണുപ്പ് താഴും തോറും വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. വണ്ടി സ്റ്റാർട്ടാകാതെ വരും, ഫ്രീസ് ആകുന്ന ഒരവസ്ഥ വരും. ഡീസൽ അങ്ങനെയുള്ള എല്ലാം ഫ്രീസാവും. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ഇവരൊക്കെ വണ്ടി ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ.